ഹായ് ഓൾ, നമ്മൾ മൊഡ്യൂൾ 3 പോവാണ്. മൊഡ്യൂൾ 2 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മൊഡ്യൂൾ 3 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതതിൻ്റെ സിലബസാണ്. ഫസ്റ്റ് ടോപ്പിക് സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം. അപ്പോൾ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം എന്താണെന്നുള്ളത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബീമിൻ്റെ ടെൻഷൻ സോണിൽ മാത്രമേ റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അതായത് ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് അതിൻ്റെ ടെൻഷൻ സോണിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതായത് ഒരു സോണിൽ മാത്രം, അതായത് ടെൻഷൻ സോണിൽ മാത്രം റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ബീമാണ് സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം. അപ്പോൾ ആ ബീമിൽ വരുന്ന ടെൻഷൻ എന്തെടുത്തോളും ഈ റീഇൻഫോഴ്സ്മെൻറ്റ് റെസിസ്റ്റ് ചെയ്തോളും. അതുപോലെ തന്നെ അതിൽ വരുന്ന കംപ്രസീവ് ഫോഴ്സസ് എന്ത് ചെയ്തോളും, ആ കോൺക്രീറ്റ് റെസിസ്റ്റ് ചെയ്തോളും. ഓക്കെ, അങ്ങനെ കോൺക്രീറ്റ് പൂർണ്ണമായിട്ട് കംപ്രഷനും അതുപോലെ തന്നെ എവിടെയാണോ ടെൻഷൻ വരുന്നത് ആ സോണിൽ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് ആ റീഇൻഫോഴ്സ്മെൻറ്റ് ആ ബീമിലേക്ക് വരുന്ന ടെൻഷൻ റെസിസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീമിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബീമിൻ്റെ ടെൻഷൻ സോണിൽ മാത്രം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, ടെൻഷൻ സോണിൽ മാത്രം റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നതാണ് സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം. ഓക്കെ, ഇനി ഡബിളി റീഇൻഫോഴ്സ്ഡ് ബീം ഉണ്ട്. ഡബിളി റീഇൻഫോഴ്സ്ഡ് ബീമിലാണെങ്കിൽ നമ്മൾ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീമിലും ഡബിളി റീഇൻഫോഴ്സ്ഡ് ബീമിലാണെങ്കിൽ നമ്മൾ ടെൻഷൻ സോണിലും അതുപോലെ തന്നെ കംപ്രഷൻ സോണിലും റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത് ഡിസൈൻ ചെയ്തിട്ടാണ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇതിലിപ്പം സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം ആകുമ്പോൾ നമ്മൾ ബോട്ടം സോണിൽ മാത്രം ഡിസൈൻ ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്യും. ടോപ്പിൽ നമ്മൾ പൂർണ്ണമായിട്ടും കൊടുക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം സ്റ്റിറപ്പൊക്കെ ആ കറക്റ്റ് പൊസിഷനിലൊക്കെ വെക്കാനൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു പൊസിഷനിൽ വെക്കുമ്പോൾ ഈ സ്റ്റിറപ്പിലേക്കാണ് ഈ സ്റ്റിറപ്പ് കറക്റ്റായിട്ട് ആ ഒരു പൊസിഷനിൽ നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിനെ ഹോൾഡ് ചെയ്ത് നിർത്തണമെങ്കിൽ ആ ടോപ്പിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഹോൾഡ് ചെയ്ത് നിർത്തുക, അല്ലേ? നമ്മളതിൻ്റെ ആങ്കറിങ്, സ്റ്റിറപ്പിൻ്റെ ആങ്കറിങ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോപ്പിൽ അവിടെ റീഇൻഫോഴ്സ്മെൻറ്റ് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡമ്മി ആയിട്ട് 2 റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് ഏറ്റവും മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് വരുന്ന രീതിയിൽ 2 റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം ടോപ്പിൽ. ഓക്കെ, പക്ഷേ അത് ഡിസൈൻ പ്രകാരം വരുന്നതല്ല, നമ്മൾ മിനിമം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതായത് ആങ്കർ ബാസ് അല്ലെങ്കിൽ ഹാങ്കർ ബാസ് എന്നൊക്കെ നമുക്കതിനെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, ദ ബീം ദാറ്റ് ഈസ് ലോഞ്ചിറ്റ്യൂഡിനലി റീഇൻഫോഴ്സ്ഡ് ഓൺലി ഇൻ ടെൻഷൻ സോൺ, ഇറ്റ് ഈസ് നോൺ ആസ് സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം. അതായത് ടെൻഷൻ സോണിൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള, അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് ടെൻഷൻ സോണിൽ മാത്രം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ് സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം. അതായത് ഡിസൈൻ പ്രകാരമുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് ടെൻഷൻ സോണിൽ മാത്രം പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ബീമാണ് സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം. ഇൻ സച്ച് ബീംസ് ദ അൾട്ടിമേറ്റ് ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ദ ടെൻഷൻ ഡ്യൂ ടു ബെൻഡിങ് ആർ ക്യാരിഡ് ബൈ ദ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പം ഈ ബീമിൽ വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് മുഖേന വരുന്ന ടെൻഷൻ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ഈ റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഓക്കെ, വൈൽ ദ കംപ്രഷൻ ഈസ് ക്യാരിഡ് ബൈ ദ കോൺക്രീറ്റ്. അപ്പോൾ കംപ്രഷൻ പൂർണ്ണമായിട്ടും കോൺക്രീറ്റ് ആണ് ക്യാരി ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡബിളി റീഇൻഫോഴ്സ്ഡ് ബീം ആണെങ്കിൽ നമ്മൾ ടോപ്പിൽ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അഡീഷണലി വരുന്ന കംപ്രഷനും കൂടി എന്ത് ചെയ്തോളും, ഈ ടോപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഈ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് എടുക്കും. ഓക്കെ, കംപ്രഷനും റീഇൻഫോഴ്സ്മെൻറ്റ് എടുക്കും, അതുപോലെ തന്നെ ടെൻഷനും റീഇൻഫോഴ്സ്മെൻറ്റ് എടുക്കും. നമ്മൾ ഡിസൈൻ ചെയ്തിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ ടോപ്പ് സോണിലും ബോട്ടം സോണിലും റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാവും. അതിലൊന്ന് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്, ഒന്ന് കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റും ആയിരിക്കും. രണ്ടും ഡിസൈൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക ഡബിളി റീഇൻഫോഴ്സ്ഡ് ബീമിൽ. ഓക്കെ, അപ്പം കംപ്രഷൻ എന്ന് പറയുന്നത് അതിൽ ആ റീഇൻഫോഴ്സ്മെൻറ്റും ആ കോൺക്രീറ്റ് പോർഷനും കൂടി ചേർന്നിട്ടായിരിക്കും എടുക്കുന്നത്. ഓക്കെ, പ്രാക്ടിക്കലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു പ്രൊവൈഡ് റീഇൻഫോഴ്സ്മെൻറ്റ് ഓൺലി ഇൻ ദ ടെൻഷൻ സോൺ ബിക്കോസ് വി നീഡ് ടു ടൈ ദ സ്റ്റിറപ്പ്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്രാക്ടിക്കലി നമുക്ക് ടെൻഷൻ സോണിൽ മാത്രം റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിറപ്പൊന്നും പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 2 റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ടോപ്പിൽ ഡമ്മി റീഇൻഫോഴ്സ്മെൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് ശരിക്കും ആക്ച്വലി അത് അവിടെ ആവശ്യമില്ല, എന്നാലും ഈ സ്റ്റിറപ്പ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന 2 ബാസ്, അതിന് ആങ്കർ ബാസ് അല്ലെങ്കിൽ ഹാങ്കർ ബാസ് നമ്മൾ പറയും. Therefore, 2 rebars are utilized in the compression zone to tie the stirrups, and the rebars act as false members just for holding the stirrups. Okay. Basic rules for design. ഇനി ഡിസൈനിൽ യൂസ് ചെയ്യുന്ന
ചില റൂൾസാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ചില കാര്യങ്ങൾ. ഓക്കെ, ക്ലോസ് 22.2 കോഡിൽ IS 456 ക്ലോസ് 22.2 എടുത്തു കഴിഞ്ഞാൽ അവിടെ എഫക്റ്റീവ് സ്പാനിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എഫക്റ്റീവ് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഈ എഫക്റ്റീവ് സ്പാനാണ് യൂസ് ചെയ്യുക. ഓക്കെ, എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുമ്പോൾ നമുക്കതിനെ എൽ സഫിക്സ് ഇ എന്ന് പറഞ്ഞ് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, എഫക്റ്റീവ് സ്പാൻ നമ്മൾ യൂസ് ചെയ്യുമ്പം, അതായത് ഇപ്പം ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ WU ആണെന്നുള്ള അറിയാം അല്ലേ. ഒരു സിംപ്ലി സപ്പോർട്ട് ബീമിൽ ഫുൾ സ്പാനിൽ UDL ആക്ട് ചെയ്യുമ്പം ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ WU ആണ്. അതേപോലെ തന്നെ അതിൽ വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ WL²/8 ആണ്. അപ്പോൾ അവിടെ ആ ഇക്വേഷനിൽ വരുന്ന L നമ്മൾ കൊടുക്കുന്നത് എഫക്റ്റീവ് ലെങ്ത് ആണ്. ഓക്കെ, അപ്പോൾ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ ക്ലിയർ സ്പാൻ അല്ല. അതായത് ആ ബീമിൻ്റെ ക്ലിയർ സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സപ്പോർട്ടിൻ്റെ ഫേസ് മുതൽ ഇപ്പുറത്തെ സൈഡിലുള്ള സപ്പോർട്ടിൻ്റെ ഫേസ് വരെയുള്ള ഡിസ്റ്റൻസ് അതല്ല. അപ്പോൾ അതെങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അൺലെസ് അതർവൈസ് സ്പെസിഫൈഡ് ദ എഫക്റ്റീവ് സ്പാൻ ഓഫ് എ മെമ്പർ ഷാൽ ബി ആസ് ഫോളോസ്. ഇപ്പോൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ എഫക്റ്റീവ് സ്പാൻ എന്നുള്ള വാല്യൂ എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓർ സ്ലാബ്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ അല്ലെങ്കിൽ സ്ലാബിൽ എങ്ങനെയാണ് എഫക്റ്റീവ് സ്പാൻ കൺസിഡർ ചെയ്യുന്നതെന്നുള്ളതാണ്. The effective span of a member that is not built integrally with its supports shall be taken as clear span plus the effective depth of slab or beam or center to center of supports whichever is less. അപ്പം ഇപ്പോൾ ഇൻ്റഗ്രലി വിച്ച് ഈസ് നോട്ട് ബിൽറ്റ് ഇൻ്റഗ്രലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിച്ച് കൺസ്ട്രക്ട് ചെയ്യാത്തത്, അതായത് കോളോ ബീമും അല്ലെങ്കിൽ എല്ലാം ഒന്നിച്ച് ഓക്കെ ഒറ്റ ഇതായിട്ട് കൺസ്ട്രക്ട് ചെയ്യുക, അതായത് ഫ്രെയിംഡ് സ്ട്രക്ചർ അല്ലാതെ വരുന്ന കേസ്. ഓക്കെ, അതായത് ആ വോൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ ബീം പ്രൊവൈഡ് ചെയ്യുന്ന കേസാണ് ഇപ്പം പറയുന്നത്. അതായത് ഒന്നിച്ച് കോളം അതുപോലെ തന്നെ കോളവും ബീമും കൺസ്ട്രക്ട് ചെയ്യുന്ന പോലെ അല്ലാതെ വരുന്നത്. കോളവും ബീമും നമ്മൾ ഒന്നിച്ചല്ലേ കൺസ്ട്രക്ട് ചെയ്യുക, കോളത്തിൻ്റെ കണക്ഷനാണ് അല്ലേ ആ ബീമിലേക്ക് വരുന്നത്. അങ്ങനെയല്ലാതെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്, അതായത് സിംപ്ലി സപ്പോർട്ടഡ് വരുന്ന കേസിലുള്ള കാര്യമാണ് പറയുന്നത്. അതിൽ എഫക്റ്റീവ് സ്പാൻ എടുക്കേണ്ടത് നോട്ട് ബിൽഡ് ഇൻ്റഗ്രലി വിത്ത് ഇറ്റ് സപ്പോർട്ട്സ് ഷാൽ ബി ടേക്കൺ ആസ് ക്ലിയർ സ്പാൻ പ്ലസ് ദ എഫക്റ്റീവ് ഡെപ്ത്. അങ്ങനെ എടുക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ സ്പാൻ, അതായത് സപ്പോർട്ടിൻ്റെ ഫേസ് മുതൽ സപ്പോർട്ടിൻ്റെ ഫേസ് വരെയുള്ള ഡിസ്റ്റൻസ് പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് ഓഫ് സ്ലാബ് ഓർ ബീം. ആ സ്ലാബിൻ്റെ അല്ലെങ്കിൽ ബീമിൻ്റെ എഫക്റ്റീവ് ഡെപ്ത് എത്രയാണോ ഓക്കെ അതും കൂടി എന്ത് ചെയ്യണം, ഈ ക്ലിയർ സ്പാനിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഒന്ന്. രണ്ടാമത് സെൻറ്റർ ടു സെൻറ്റർ ഓഫ് സപ്പോർട്ട്, അതായത് സപ്പോർട്ടിൻ്റെ സെൻറ്റർ മുതൽ ഇപ്പുറത്തെ സപ്പോർട്ടിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പം എഫക്റ്റീവ് സ്പാൻ നമ്മൾ എടുക്കുന്നത് ഒന്ന് നമ്മൾ സപ്പോർട്ടിൻ്റെ സെൻറ്റർ മുതൽ ഇപ്പുറത്തെ സപ്പോർട്ടിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, രണ്ടാമത് ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത്. ഓക്കെ, ഇതിൽ ഏത് വാല്യൂ ആണോ ചെറുത് അതാണ് നമ്മൾ എന്ത് ചെയ്യുക, എഫക്റ്റീവ് സ്പാനായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, രണ്ട് കാര്യങ്ങൾ, അതായത് സപ്പോർട്ടിൻ്റെ സെൻറ്റർ മുതൽ, ഇപ്പം ഒരു ബീം ഉണ്ടെങ്കിൽ ആ ബീമിൻ്റെ സപ്പോർട്ടിൻ്റെ സെൻറ്റർ മുതൽ ഇപ്പുറത്തെ സപ്പോർട്ടിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ഒന്ന്. രണ്ടാമത്തത് ക്ലിയർ സ്പാൻ, സപ്പോർട്ടിൻ്റെ ഫേസ് മുതൽ സപ്പോർട്ടിൻ്റെ ഫേസ് വരെയുള്ള ഡിസ്റ്റൻസ്, ഒരു സൈഡിലെ സപ്പോർട്ടിൻ്റെ ഫേസ് മുതൽ ഇപ്പുറത്തെ സൈഡിലെ സപ്പോർട്ടിൻ്റെ ഫേസ് വരെയുള്ള ഡിസ്റ്റൻസ് പ്ലസ് എഫക്റ്റീവ് ഡെപ്ത്. ഓക്കെ, ഇതിൽ ഏതാണോ ചെറിയ വാല്യൂ അതാണ് നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം അല്ലെങ്കിൽ സ്ലാബിൽ എഫക്റ്റീവ് സ്പാനായിട്ട് എടുക്കുന്നത്. രണ്ടാമത് കണ്ടിന്യൂസ് ബീം അല്ലെങ്കിൽ കണ്ടിന്യൂസ് സ്ലാബിൻ്റെ കേസ്. ഓക്കെ, എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത്. ഇൻ ദ കേസ് ഓഫ് കണ്ടിന്യൂസ് ബീം ഓഫ് സ്ലാബ്, ഇഫ് ദ വിഡ്ത്ത് ഓഫ് ദ സപ്പോർട്ട് ഈസ് ലെസ് ദാൻ 1/12 ഓഫ് ദ ക്ലിയർ സ്പാൻ. അപ്പോൾ കണ്ടിന്യൂസ് ബീം അല്ലെങ്കിൽ സ്ലാബിൽ അതിൻ്റെ സപ്പോർട്ടിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ആ ക്ലിയർ സ്പാനിൻ്റെ 1/12 കുറവാണെങ്കിൽ, ഓക്കെ, ക്ലിയർ സ്പാൻ അതായത് സപ്പോർട്ട് ടു സപ്പോർട്ട് ഡിസ്റ്റൻസ്, അതായത് ഫേസ് ഓഫ് ദ സപ്പോർട്ട് മുതൽ ഫേസ് ഓഫ് ദ സപ്പോർട്ട് വരെയുള്ള ഡിസ്റ്റൻസ്, അതായത് ക്ലിയർ സ്പാൻ്റെ 1/12 ആ സപ്പോർട്ടിൻ്റെ ഫേസ് മുതൽ സപ്പോർട്ടിൻ്റെ ഫേസ് വരെയുള്ള ഡിസ്റ്റൻസിൻ്റെ 1/12 വാല്യൂ. ഓക്കെ, ആ 1/12 വാല്യൂവിനേക്കാളും ചെറുതാണ് വിഡ്ത്ത് ഓഫ് സപ്പോർട്ട് ഈസ് ലെസ് ദാൻ 1/12 ഓഫ് ക്ലിയർ സ്പാൻ. ആ സപ്പോർട്ടിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ആ ക്ലിയർ സ്പാനിൻ്റെ 1/12 കുറവാണെങ്കിൽ ഇത് എഫക്റ്റീവ് സ്പാൻ ഷാൽ ബി ആസ് ഇൻ 22.2a. അതായത് സിംപ്ലി സപ്പോർട്ടഡ് ബീം അല്ലെങ്കിൽ സ്ലാബിൽ എങ്ങനെയാണോ എഫക്റ്റീവ് സ്പാൻ കൺസിഡർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് കൺസിഡർ ചെയ്യേണ്ടത്.
ഓക്കെ. ഇഫ് ദ സപ്പോർട്ട്സ് ആർ വൈഡർ ദാൻ 1/12 ഓഫ് ദ ക്ലിയർ സ്പാൻ ഓർ 600 mm, ആ ക്ലിയർ സ്പാനിൻ്റെ 1/12 ഇപ്പോൾ സപ്പോർട്ട് കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ 600 mm, ഈ രണ്ട് വാല്യൂവിൽ ഏതാണോ ചെറിയ വാല്യൂ, ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, എഫക്റ്റീവ് സ്പാൻ ഈ കേസിൽ കൺസിഡർ ചെയ്യുക. അതായത് ഇഫ് ദ സപ്പോർട്ട്സ് ആർ വൈഡർ ദാൻ 1/12 ഓഫ് ക്ലിയർ സ്പാൻ ഓർ 600 mm, ഈ 1/12 ഓഫ് ക്ലിയർ സ്പാനിനേക്കാളും ആ സപ്പോർട്ടിൻ്റെ വിഡ്ത്ത് കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ 600 mm കൂടുതലാണെങ്കിൽ, ഓക്കെ, നമ്മൾ എഫക്റ്റീവ് ഡെപ്ത്ത് വേറെ രീതിയിൽ വേണം എടുക്കാനായിട്ട്, എഫക്റ്റീവ് സ്പാൻ വേറെ രീതിയിൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ സപ്പോർട്ടിൻ്റെ വിഡ്ത്ത് ക്ലിയർ സ്പാനിൻ്റെ 1/12 കുറവാണെങ്കിൽ നമ്മൾ എഫക്റ്റീവ് സ്പാൻ എന്നുള്ളത് സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ അല്ലെങ്കിൽ സ്ലാബിൽ എടുക്കുന്ന പോലെ തന്നെ എടുക്കും. ഇപ്പം സപ്പോർട്ടിൻ്റെ വിഡ്ത്ത് 1/12 ഓഫ് ക്ലിയർ സ്പാനിനേക്കാളോ കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ 600 mm കൂടുതലാണെങ്കിൽ, ഈ രണ്ടെണ്ണത്തിൽ ഏതാണോ ചെറുത് അതിനേക്കാളും കൂടുതലാണ് വരുന്നതെങ്കിൽ നമ്മൾ എടുക്കുന്നതാണ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ, ഫോർ എൻ സ്പാൻ വിത്ത് വൺ എൻഡ് ഫിക്സ്ഡ് ആൻഡ് ദ അതർ കണ്ടിന്യൂസ് ഓർ ഫോർ ഇൻ്റർമീഡിയറ്റ് സ്പാൻ. അപ്പം ഈ ഇവിടെ എടുക്കുന്ന സ്പാൻ എങ്ങനത്തെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ബീമിൻ്റെയാണ്. അതിൽ എടുക്കുന്ന സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇൻ്റർമീഡിയറ്റ് സ്പാൻ, അതായത് ഇൻ ബിറ്റ്വീൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്പാനിൽ രണ്ട് സൈഡിലുള്ള സപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ സപ്പോർട്ടിൻ്റെ അപ്പുറത്തേക്ക് വേറെ സപ്പോർട്ടുകളുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ വേറെ സപ്പോർട്ടുകളുണ്ട്, അല്ലെങ്കിൽ സപ്പോർട്ടുണ്ട്, അതായത് ഇൻ്റർമീഡിയറ്റ് ഇടയിൽ വരുന്നതാണ്. ഓക്കെ, അതൊന്ന്. ഫോർ എൻ സ്പാൻ വിത്ത് വൺ എൻഡ് ഫിക്സ്ഡ് ആൻഡ് അതർ കണ്ടിന്യൂസ്, അതായത് ഇപ്പോൾ എൻ സ്പാൻ ആണെങ്കിൽ ഒരു എൻഡ് ഫിക്സ്ഡ്, ഓക്കെ, എൻഡ് ഫിക്സ്ഡും അടുത്ത എൻഡ് കണ്ടിന്യൂസ്, അതായത് അതിൻ്റെ സപ്പോർട്ടിൻ്റെ അപ്പുറത്തേക്ക് വേറെ സപ്പോർട്ടുകൾ ഉള്ള കേസാണെങ്കിൽ, അതായത് ഒന്ന് ഇൻ്റർമീഡിയറ്റ് സ്പാൻ വരുന്ന കേസ്, രണ്ടാമത് എൻ സ്പാൻ ആണ്, എൻഡിലേക്ക് വരുന്ന സ്പാനാണ്, അതിൽ ആ എൻഡ് എന്ന് പറയുന്ന ഫിക്സ്ഡ് എൻഡ് ആണ്, അതർ എൻഡ് കണ്ടിന്യൂസ് ആണ്, അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ സപ്പോർട്ടുകൾ ഉണ്ട് എന്നുള്ള രീതിയിൽ വരുമ്പോൾ ഇത് എഫക്റ്റീവ് സ്പാൻ ഷാൽ ബി ദ ക്ലിയർ സ്പാൻ ബിറ്റ്വീൻ ദ സപ്പോർട്ട്. അപ്പം എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് ഈ കേസിൽ ക്ലിയർ സ്പാൻ ആണ്, സപ്പോർട്ടിൻ്റെ ഇടയിലുള്ള ക്ലിയർ സ്പാൻ തന്നെയാണ് നമ്മൾ എഫക്റ്റീവ് സ്പാനായിട്ട് എടുക്കുന്നത്. രണ്ടാമത്തെ കേസ്, ഫോർ എൻ സ്പാൻ വിത്ത് വൺ എൻഡ് ഫ്രീ ആൻഡ് അതർ കണ്ടിന്യൂസ്. ഓക്കെ, എൻ സ്പാൻ ആണ്, ആ എൻ സ്പാനിൽ ഒരെൻഡ് ഫ്രീ ആണ്, ഓക്കെ, സപ്പോർട്ടില്ല, ഫ്രീ ആയിട്ട് ഓവർഹാങ് അല്ലെങ്കിൽ കാൻഡിലിവർ പോലെ വരുന്ന കേസാണ്. ഒരെൻഡ് കണ്ടിന്യൂസ് ആണ്, അതായത് ആ സപ്പോർട്ടിൻ്റെ അപ്പുറത്തേക്ക് ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ വേറെ സപ്പോർട്ടുകളുണ്ട്. ഓക്കെ, ഇത് എഫക്റ്റീവ് സ്പാൻ ഷാൽ ബി ഈക്വൽ ടു ദ ക്ലിയർ സ്പാൻ പ്ലസ് ഹാഫ് ദ എഫക്റ്റീവ് ഡെപ്ത് ഓഫ് ദ ബീം ഓർ സ്ലാബ് ഓർ ദ ക്ലിയർ സ്പാൻ പ്ലസ് ഹാഫ് ദ വിഡ്ത്ത് ഓഫ് ദ ഡിസ്കണ്ടിന്യൂസ് സപ്പോർട്ട് വിച്ച് എവർ ഈസ് ലെസ്. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ എഫക്റ്റീവ് സ്പാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് ഒന്ന്, ആ ബീമിൻ്റെ അല്ലെങ്കിൽ സ്ലാബിൻ്റെ ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത്. രണ്ടാമത് ക്ലിയർ സ്പാൻ പ്ലസ് ഹാഫ് ദ വിഡ്ത്ത് ഓഫ് ഡിസ്കണ്ടിന്യൂസ് സപ്പോർട്ട്, അതായത് ആ സപ്പോർട്ട് ഏറ്റവും എൻഡിലുള്ള സപ്പോർട്ടാണ് അല്ലേ, അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ സപ്പോർട്ട് ഇല്ല. ഓക്കെ, അപ്പോൾ ആ സപ്പോർട്ടിൻ്റെ ഹാഫ് ദ വിഡ്ത്ത്, ക്ലിയർ സ്പാൻ പ്ലസ് ഹാഫ് ദ വിഡ്ത്ത് ഓഫ് ദാറ്റ് സപ്പോർട്ട്, ഈ രണ്ട് വാല്യൂസിൽ ഏതാണോ ചെറുത് അതാണ് നമ്മൾ എഫക്റ്റീവ് സ്പാനായിട്ട് എടുക്കുക. ഒന്ന് ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത്, രണ്ടാമത്തത് ക്ലിയർ സ്പാൻ പ്ലസ് ഹാഫ് ദ വിഡ്ത്ത് ഓഫ് ദാറ്റ് ഡിസ്കണ്ടിന്യൂസ് സപ്പോർട്ട്. ഓക്കെ, ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് ഓർ ഹാഫ് ദ വിഡ്ത്ത് ഓഫ് സപ്പോർട്ട് പ്ലസ് ക്ലിയർ സ്പാൻ, ഈ രണ്ട് വാല്യൂ ഏതാണോ ചെറുത് അതാണ് നമ്മൾ സ്പാനായിട്ട് എഫക്റ്റീവ് സ്പാനായിട്ട് കൺസിഡർ ചെയ്യുക. മൂന്നാമത്തെ കേസ്, ഇൻ ദ കേസ് ഓഫ് സ്പാൻസ് വിത്ത് റോളർ ഓർ റോക്കറ്റ് ബിയറിങ്സ് ദ എഫക്റ്റീവ് സ്പാൻ ഷാൽ ഓൾവേസ് ബി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് ബിയറിങ്സ്. അപ്പോൾ റോളർ ഒക്കെ വരുന്ന കേസാണെങ്കിൽ, റോളറായിട്ടുള്ള ബെയറിങ്സ് വരുന്ന കേസാണെങ്കിൽ, അതായത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൈപ്പ് ബെയറിങ്സ്, ഓക്കെ, ബെയറിങ്സ് വരുന്ന കേസാണെങ്കിൽ, റോളറായിട്ടുള്ള ഷേപ്പൊക്കെ വരികയാണെങ്കിൽ ആ ബെയറിങ്സിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് ക്ലിയർ എഫക്റ്റീവ് സ്പാനായിട്ട് എടുക്കുക. ഓക്കെ, ആ ബെയറിങ്സിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. ഓക്കെ, റോളർ അല്ലെങ്കിൽ റോക്കറ്റ് ബെയറിങ് വരികയാണെങ്കിൽ ആ ബെയറിങ്ങിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് എഫക്റ്റീവ് സ്പാനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സി, കാൻഡിലിവർ. അപ്പോൾ കണ്ടിന്യൂസിൻ്റെ കഴിഞ്ഞു, ഇനി കാൻഡിലിവർ ആണ്. ദ എഫക്റ്റീവ് ലെങ്ത് ഓഫ് എ കാൻഡിലിവർ ഷാൽ ബി ടേക്കൺ ആസ് ഇറ്റ്സ് ലെങ്ത് ടു ദ ഫേസ് ഓഫ് ദ സപ്പോർട്ട് പ്ലസ് ഹാഫ് ദ എഫക്റ്റീവ് ഡെപ്ത്. അപ്പോൾ കാൻഡിലിവറിൻ്റെ കേസിൽ നമ്മൾ എഫക്റ്റീവ് ലെങ്ത് അല്ലെങ്കിൽ എഫക്റ്റീവ് സ്പാൻ എടുക്കേണ്ടത് ഷാൽ ബി ടേക്കൺ ആസ് ലെങ്ത് ടു ദ ഫേസ് ഓഫ് ദ സപ്പോർട്ട്, അതായത് ഫ്രീ എൻഡ് നിന്ന് സപ്പോർട്ടിൻ്റെ ഫേസിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഫ്രീ എൻഡ് നിന്ന് സപ്പോർട്ടിൻ്റെ ഫേസിലേക്കുള്ള ഡിസ്റ്റൻസ്. കാൻഡിലിവർ എങ്ങനെയായിരിക്കും, ഒരു എൻഡ് ഫിക്സ്ഡ് ഒരു എൻഡ് ഫ്രീ ആയിരിക്കും. അപ്പോൾ ഫ്രീ എൻഡ് നിന്ന് ആ കാൻഡിലിവറിൻ്റെ അല്ലെങ്കിൽ ആ സപ്പോർട്ടിൻ്റെ ഫേസിലേക്കുള്ള ഡിസ്റ്റൻസ്
പ്ലസ് ഹാഫ് ദ എഫക്റ്റീവ് ഡെപ്ത്. ആ എഫക്റ്റീവ് ഡെപ്തിൻ്റെ ഹാഫ്, ആ ബീമിൻ്റെ അല്ലെങ്കിൽ ആ സ്ലാബിൻ്റെ എഫക്റ്റീവ് ഡെപ്ത് എത്രയാണോ അതിൻ്റെ ഹാഫ് ആഡ് ചെയ്യാം. ഓക്കെ, ഈ സപ്പോർട്ടിൻ്റെ ഫേസിൽ നിന്ന് ഫ്രീ എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് പ്ലസ് ഹാഫ് ദ എഫക്റ്റീവ് ഡെപ്ത് ആണ് നമ്മൾ കാൻഡിലിവർ ബീംസിൽ എഫക്റ്റീവ് സ്പാൻ ആയിട്ട് നമ്മൾ എടുക്കുക. എക്സെപ്റ്റ് വേർ ഇറ്റ് ഫോംസ് ദ എൻഡ് ഓഫ് എ കണ്ടിന്യൂസ് ബീം വേർ ദ ലെങ്ത് ടു ദ സെൻറ്റർ ഓഫ് ദ സപ്പോർട്ട് ഷാൽ ബി ടേക്കൺ. ഇപ്പം കണ്ടിന്യൂസ് ബീമിൻ്റെ എൻഡിലായിട്ടാണ് ഈ ഒരു കേസ് വരുന്നതെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ഫേസ് ഓഫ് ദ സപ്പോർട്ട് വരെയുള്ള ഫ്രീ എൻഡിൽ നിന്ന് ഫേസ് ഓഫ് ദ സപ്പോർട്ട് വരെയുള്ള ഡിസ്റ്റൻസ് പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് അല്ല, ഹാഫ് ദ എഫക്റ്റീവ് ഡെപ്ത് അല്ല കൺസിഡർ ചെയ്യുക. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ സപ്പോർട്ടിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, കണ്ടിന്യൂസ് ബീമിൻ്റെ എൻഡായിട്ട് വരികയാണെങ്കിൽ ലെങ്ത് ടു ദ സെൻറ്റർ ഓഫ് ദ സപ്പോർട്ട് ഷാൽ ബി ടേക്കൺ. അതായത് ഫ്രീ എൻഡിൽ നിന്ന് സപ്പോർട്ടിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എഫക്റ്റീവ് സ്പാൻ ആയിട്ട് എടുക്കുക. ഓക്കെ, കാൻഡിലിവറിൽ ഫേസ് ഓഫ് ദ സപ്പോർട്ട് വരെയുള്ള ഡിസ്റ്റൻസ്, ഫ്രീ എൻഡിൽ നിന്ന് ഫേസ് ഓഫ് ദ സപ്പോർട്ട് വരെയുള്ള ഡിസ്റ്റൻസ് പ്ലസ് എഫക്റ്റീവ് ഡെപ്തിൻ്റെ ഹാഫ്. ഓക്കെ, ഇപ്പോൾ കണ്ടിന്യൂസ് ബീമിൻ്റെ എൻഡായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ ഫ്രീ എൻഡിൽ നിന്ന് സപ്പോർട്ടിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കുക. ഡി, ഫ്രെയിംസ്. ഇൻ ദ അനാലിസിസ് ഓഫ് എ കണ്ടിന്യൂസ് ഫ്രെയിം സെൻറ്റർ ടു സെൻറ്റർ ഷാൽ ബി യൂസ്ഡ്. ഇപ്പോൾ ഫ്രെയിമിൻ്റെ കേസാണെങ്കിൽ ഫ്രെയിംഡ് ആയിട്ട് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അത് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സപ്പോർട്ട് ഫ്രെയിംഡ് സ്ട്രക്ചർ ആണെങ്കിൽ. ഓക്കെ, അതായത് കോളവും ബീമൊക്കെ കൂടി ഒന്നിച്ച് കാസ്റ്റ് ചെയ്തിട്ടുള്ള കേസ്. ഓക്കെ, കോളവും ബീമും ഒക്കെ ഒന്നിച്ച് കാസ്റ്റ് ചെയ്തിട്ട് വരുന്ന ആ കേസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന കേസിൽ, കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സിൽ നമ്മൾ എടുക്കുന്ന എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഓഫ് ദ സപ്പോർട്ടായിരിക്കും. ഓക്കെ, ആ ബീമും കോളവും കൂടി ഒന്നിച്ച് കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒന്നിച്ച് കാസ്റ്റ് ചെയ്തിട്ട് വരുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സിൻ്റെ കേസ് അല്ലെങ്കിൽ ഫ്രെയിംഡ് ആയിട്ട് വരുന്ന ആ ഒരു ബീമും കോളം കൂടി ഒന്നിച്ച് വരുന്ന കേസിലൊക്കെ നമ്മൾ എടുക്കുന്നത് എന്തായിരിക്കും, ആ സപ്പോർട്ടിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്, അതായത് കോളത്തിൻ്റെ സെൻറ്റർ മുതൽ അടുത്ത കോളത്തിൻ്റെ സെൻറ്റർ വരെയുള്ളതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, എഫക്റ്റീവ് സ്പാൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ, എഫക്റ്റീവ് ഡെപ്ത്. Effective depth of a beam is the distance between the centroid of the area of tension reinforcement and the topmost compression fiber. അപ്പോൾ ഇതിൽ സിംഗിളി റീഇൻഫോഴ്സ് ബീമിൽ എഫക്റ്റീവ് ഡെപ്ത് എന്താണെന്നുള്ളതാണ് നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പ് മോസ്റ്റ് അല്ലേ കംപ്രഷൻ ഫൈബർ, ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിൻ്റിൽ നിന്ന് ബോട്ടത്തിലേക്കുള്ള, അതായത് ബോട്ടത്തിലേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്. Effective depth of a beam is the distance between centroid of the area of tension reinforcement. അതായത് ടെൻഷൻ സോണിൽ കൊടുത്തിരിക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് കംപ്രഷൻ ഫൈബറിലേക്ക്, ടോപ്പ് മോസ്റ്റ് കംപ്രഷൻ ഫൈബർ എവിടെയാണോ വരുന്നത്, കംപ്രഷൻ സോൺ എവിടെയാണോ വരുന്നത്, ആ കംപ്രഷൻ സോണിൻ്റെ ഏറ്റവും അറ്റത്തേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് കംപ്രഷൻ സോണിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് അല്ലെങ്കിൽ ടോപ്പ് മോസ്റ്റ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ടിൻ്റെ കേസാണെങ്കിൽ ടെൻഷൻ സോൺ ബോട്ടത്തിലായിരിക്കും അല്ലേ, കാൻഡിലിവറിൻ്റെ കേസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, ടെൻഷൻ സോൺ ടോപ്പിലായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ സിംപ്ലി സപ്പോർട്ടിൻ്റെ കേസിൽ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ നിന്ന് ആ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, എഫക്റ്റീവ് ഡെപ്ത്. രണ്ടാമത്, ഇറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡെപ്ത് ഓഫ് ദ ബീം മൈനസ് എഫക്റ്റീവ് കവർ. അപ്പോൾ നമുക്ക് വേറെ രീതിയിലും പറയാം, ടോട്ടൽ ഡെപ്ത്, ഓവറോൾ ഡെപ്ത്, ആ ബീമിൻ്റെ ഓവറോൾ ഡെപ്ത് നിന്ന് എഫക്റ്റീവ് കവർ മൈനസ് ചെയ്ത് കിട്ടുന്നത് എഫക്റ്റീവ് ഡെപ്ത് ആണ്. ഓക്കെ, എഫക്റ്റീവ് കവർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടെൻഷൻ സോണിൻ്റെ ഏറ്റവും എൻഡിൽ നിന്ന്, ഓക്കെ, അതായത് കോൺക്രീറ്റ് പോർഷൻ്റെ ഏറ്റവും എൻഡിൽ നിന്ന് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്, അതാണ് എഫക്റ്റീവ് കവർ എന്ന് പറയുന്നത്. അപ്പം ടോട്ടൽ ഡെപ്ത് നിന്ന് എഫക്റ്റീവ് കവർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റീവ് ഡെപ്ത് തന്നെയാണ് കിട്ടുക. ഓക്കെ, അതായത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ നിന്ന് അല്ലെങ്കിൽ കംപ്രഷൻ സോണിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് ആ റീഇൻഫോഴ്സ്മെൻറ്റിൽ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മൊത്തം ആ ബീമിൻ്റെ ഓവറോൾ ഡെപ്ത് മൈനസ് ആ കവറാണ്, എഫക്റ്റീവ് കവറാണ്. ഓക്കെ, 26.5 റിക്വയർമെൻറ്റ്സ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ഫോർ സ്ട്രക്ചറൽ മെമ്പേഴ്സ്. ഇപ്പം ഒരു സ്ട്രക്ചറൽ മെമ്പറിൽ പ്രൊവൈഡ് ചെയ്യേണ്ട മാക്സിമം റീഇൻഫോഴ്സ്മെൻറ്റ് എത്രയാണ്, മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് എത്രയാണ്. ഓക്കെ, ഇപ്പോൾ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കേസ് എപ്പോഴാണ്, ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കേസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിതിൽ നോക്കാൻ പോകുന്നത്, റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കേസിൽ. ഓക്കെ, 26.5.1 IS 456
26.5 26.5.1 ബീംസിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ 26.5.1.1 ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റിനെ കുറിച്ചാണ്. ഓക്കെ, അതിൽ എഴുതിയിരിക്കുന്നത് മിനിമം റീഇൻഫോഴ്സ്മെൻ്റ് ആണ് ആദ്യം പറയുന്നത്. എ എന്ന് പറയുന്നത് മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ്. ദ മിനിമം ഏരിയ ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഷാൽ ബി നോട്ട് ലെസ് ദാൻ ദാറ്റ് AS/BD ഈക്വൽ ടു 0.85 ഡിവൈഡ് ബൈ FY. അതായത് മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ പ്രകാരം കിട്ടുന്ന ASനേക്കാളും കുറയാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യുമ്പം AS വാല്യൂ ഈസ് ഈക്വൽ ടു 0.85 ഇൻറ്റു BD/FY എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, അതിൽ AS എന്ന് പറയുന്നത് മിനിമം ഏരിയ ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്, B ഈസ് ഈക്വൽ ടു ബ്രെഡ്ത്ത് ഓഫ് ദ ബീം ഓർ ബ്രെഡ്ത്ത് ഓഫ് ദ വെബ് ഓഫ് ടി ബീം. B എന്ന് പറയുന്നത് ഇപ്പോൾ റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ബീം ആണെങ്കിൽ അതിൻ്റെ ബ്രെഡ്ത്ത്, അല്ലെങ്കിൽ ടി ബീം ആണെങ്കിൽ അതിൻ്റെ വെബിൻ്റെ ബ്രെഡ്ത്താണ്. ഓക്കെ, ഇനി അടുത്തത് D എഫക്റ്റീവ് ഡെപ്ത് ആണ്. ഓക്കെ, സ്മോൾ ലെറ്റർ D എഫക്റ്റീവ് ഡെപ്ത് ആണ്. FY എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ Newton/mm². ആണ്. ഓക്കെ, അത് ഓൾറെഡി അറിയാവുന്നതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷൻ പ്രകാരം നമ്മൾ AS കാൽക്കുലേറ്റ് ചെയ്യുക, ഏരിയ ഓഫ് സ്റ്റീൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഈ കിട്ടുന്ന ഏരിയ എന്ന് പറയുന്നത് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട മിനിമം ഏരിയ ആണ് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ. ഓക്കെ, അപ്പോൾ മിനിമം ഏരിയ ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന AS ആണ്. ഓക്കെ, മാക്സിമം റീഇൻഫോഴ്സ്മെൻറ്റ്. ദ മാക്സിമം ഏരിയ ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഷാൽ നോട്ട് എക്സീഡ് 0.04 BD. അപ്പോൾ മുന്നേ നമ്മൾ നോക്കിയത് പ്രകാരമാണെങ്കിൽ നമ്മളൊരു ബീമിൽ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിൽ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു ബീമിൽ തന്നെ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ മിനിമം ഏരിയ ഈ വാല്യൂ ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ മുന്നേ നോക്കിയ ഇക്വേഷനിൽ വരുന്ന AS വാല്യൂവിനേക്കാളും നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കുറയാൻ പാടില്ല ഒരു സ്ട്രക്ചറിൻ്റെ അകത്ത്, ഒരു ബീമിൻ്റെ അകത്ത്. ഓക്കെ, എന്നാൽ മാക്സിമം റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ലിമിറ്റും ഉണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ ഏരിയനേക്കാളും കൂടാൻ പാടില്ല എന്നുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ നോക്കുന്നത്. അത് എത്രയാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ? 0.04 BD കൂടാൻ പാടില്ല. ദ മാക്സിമം ഏരിയ ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഷാൽ നോട്ട് എക്സീഡ് 0.04 BD. അതിൽ B എന്ന് പറയുന്നത് ബ്രെഡ്ത്ത്. ഓക്കെ, ബ്രെഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കുലർ ബീം അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ഓഫ് ദ വെബ് ആണ്. D എന്ന് പറയുന്നത് ഓവറോൾ ഡെപ്ത് ആണ്. ഓക്കെ, ക്യാപിറ്റൽ D ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, ഓവറോൾ ഡെപ്ത് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ പ്രകാരം എത്രയാണ് വാല്യൂ കിട്ടുന്നത്, ആ കിട്ടിയിരിക്കുന്ന വാല്യൂവിനേക്കാളും ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് കൂടാൻ പാടില്ല. ഓക്കെ, നമുക്കിതിൽ പ്രകാരം കിട്ടുന്നത് ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഈ കിട്ടിയിട്ടുള്ള ഏരിയനേക്കാളും മാക്സിമം റീഇൻഫോഴ്സ്മെൻറ്റ് വരാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, 26.5.1.3 സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ്. നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് ചില കേസുകളിൽ സൈഡിലും കൊടുക്കേണ്ടി വരും. ഒരു ബീം എടുക്കുകയാണെങ്കിൽ ആ ബീമിൻ്റെ സൈഡിലും സെൻട്രലായിട്ട് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ടോപ്പിലും ബോട്ടത്തിലും മാത്രമല്ല, സൈഡിൽ, അതായത് അതിൻ്റെ സെൻറ്ററിലെ സൈഡിലായിട്ട് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് ചില കേസിൽ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ടോപ്പിൽ നമ്മൾ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഡബിളി റീഇൻഫോഴ്സ്ഡ് ബീം ചെയ്യുമ്പം കൊടുക്കും, ബോട്ടത്തിൽ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കും. അതേപോലെ ഇൻ ബിറ്റ്വീൻ ടോപ്പ് ആൻഡ് ബോട്ടം, അല്ലെങ്കിൽ അതിൻ്റെ ബീമിൻ്റെ സെൻറ്ററിൽ സൈഡിലൂടെ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് ചില കേസിൽ വരും. അതാണ് സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ്. അതെപ്പോഴാണ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. വേർ ദ ഡെപ്ത് ഓഫ് ദ വെബ് ഇൻ എ ബീം എക്സീഡ്സ് 750 mm. അതായത് ബീമിൻ്റെ ഡെപ്ത്ത്, അല്ലെങ്കിൽ ടി ബീം ആണെങ്കിൽ അതിൻ്റെ വെബിൻ്റെ ഡെപ്ത്ത്, ഓക്കെ, 750 mm കൂടുകയാണെങ്കിൽ 750 mm സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് ഷാൽ ബി പ്രൊവൈഡഡ് അലോങ് ദ 2 ഫേസസ്. ഓക്കെ, 750 mm ഡെപ്ത്ത് കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. 2 ഫേസിലൂടെയും പ്രൊവൈഡ് ചെയ്യണം. ഇപ്പോൾ ഒരു ബീമിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 2 സൈഡിലും നമ്മൾ എന്ത് ചെയ്യണം? സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം സെൻട്രലായിട്ട്. ഓക്കെ, ദ ടോട്ടൽ ഏരിയ ഓഫ് സച്ച് റീഇൻഫോഴ്സ്മെൻറ്റ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 0.1% ഓഫ് ദ വെബ് ഏരിയ ആൻഡ് ഷാൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ 2 ഫേസസ് അറ്റ് എ സ്പേസിംഗ് നോട്ട് എക്സീഡിങ് 300 mm ഓർ വെബ് തിക്നെസ് വിച്ച് എവർ ഈസ് ലെസ്. അപ്പം ഇവിടെ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യേണ്ട റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് സൈഡിൽ പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ വെബ് ഏരിയൻ്റെ 0.1% കുറയാൻ പാടില്ല. ഓക്കെ, ആൻഡ് ഷാൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ 2 ഫേസസ് അറ്റ് എ സ്പേസിംഗ് നോട്ട് എക്സീഡിങ് 300 mm ഓർ വെബ് തിക്നെസ് വിച്ച് എവർ ഈസ് ലെസ്. അപ്പം നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യേണ്ട റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ ആ ബീമിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയൻ്റെ, അല്ലെങ്കിൽ ആ വെബ് ഏരിയൻ്റെ, ടി ബീം ആണെങ്കിൽ വെബ് ഏരിയൻ്റെ 0.1%-നേക്കാളും കുറയാൻ പാടില്ല.
ഓക്കെ. അതേപോലെ തന്നെ ഷാൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ 2 ഫേസസ്, അതായത് 2 ഫേസിലും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് ഏരിയ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഇപ്പോൾ 450 അല്ലെങ്കിൽ 400 mm² ആണ് ഏരിയ പ്രൊവൈഡ് ചെയ്യേണ്ടത്. 0.1% എടുത്തപ്പം 400 mm² കിട്ടിയെന്ന് വിചാരിച്ചോ. 400 mm² ആണെങ്കിൽ ആ 400 mm² എന്നുള്ളത് 2 സൈഡിലും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതായത് 200 mm², 200 mm², 2 സൈഡിലും വരുന്ന രീതിയിൽ വേണം പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഓക്കെ. അപ്പോൾ 2 സൈഡിലും വരുന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ 200 അല്ലെങ്കിൽ 200-നേക്കാളും കുറച്ച് കൂടുതൽ ഒരു സൈഡിലും വരും, അടുത്ത സൈഡിലും അതുപോലെ തന്നെ വരും. ഓക്കെ. അതായത് ടോട്ടൽ എത്ര ഏരിയ ആണോ റിക്വയർഡ് ആയിട്ടുള്ളത് അതൊരു സൈഡിലേക്ക് മാത്രം ആയി പോകരുത്, 2 സൈഡിലും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ. at a spacing not exceeding 300 mm or web thickness whichever is less. സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക ഇതിൻ്റെ സൈഡിലായിട്ടാണ് അല്ലേ, അതായത് ഇൻ ബിറ്റ്വീൻ ദ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ബോട്ടം ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിലുള്ള ഹാങ്കർ ബാസിൻ്റെയും അതുപോലെ തന്നെ ബോട്ടത്തിലുള്ള ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ ബിറ്റ്വീൻ ആണ് നമ്മൾ എന്ത് ചെയ്യുക സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 300 mm-നേക്കാളും അല്ലെങ്കിൽ ആ സ്പേസിങ് 300 mm-നേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പം ബോട്ടത്തിൽ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ട്, ആ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റും സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതേപോലെ ടോപ്പിൽ ഇപ്പോൾ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ ടോപ്പിലുള്ള ആ ഹാങ്കർ ബാസും ഈ ഇൻ ബിറ്റ്വീൻ കൊടുത്തിരിക്കുന്ന സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റും തമ്മിലുള്ള സ്പേസിങ്. ഓക്കെ. അതായത് ആ ഹൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ബാറുകൾ തമ്മിലുള്ള സ്പേസിങ് 300 mm-നേക്കാളും കൂടാൻ പാടില്ല. ഓർ വെബ് തിക്നെസ്, അതായത് ആ ബീമിൻ്റെ ബ്രെഡ്ത്തിനേക്കാളും കൂടാൻ പാടില്ല. ഓക്കെ. ഇതിലേതാണോ ചെറുത് ആ ചെറിയ വാല്യൂവിനേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആ സ്പേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം അഡീഷണലി ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക ചെയ്തിരിക്കുന്നത് അല്ലേ സൈഡ് ഫേസിലായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ 2 എണ്ണം പ്രൊവൈഡ് ചെയ്യേണ്ടി വരും 2 സൈഡിലുമായിട്ട്. അപ്പോൾ ആ വരുന്ന എത്ര ഏരിയ 0.1% ഓഫ് വെബ് ഏരിയ അല്ലെങ്കിൽ ആ ബീമിൻ്റെ ഏരിയനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ അങ്ങനെ സൈഡിൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ സൈഡിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് തമ്മിലുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് 300 mm അല്ലെങ്കിൽ വെബ് തിക്നെസ് അല്ലെങ്കിൽ ആ ബീമിൻ്റെ തിക്നെസ്സിനേക്കാളും എക്സീഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ 300 mm ആണോ വെബ് തിക്നെസ് ആണോ ഏതാണ് ഇതിൻ്റെ അകത്ത് ചെറുതെന്നുള്ളത് നമ്മൾ നോക്കും. ഓക്കെ. അതിനേക്കാളും ആ ചെറിയ വാല്യൂവിനേക്കാളും സ്പേസിംഗ് കൂടാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. ഓക്കെ. അപ്പോൾ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക ബീമിൻ്റെ ഡെപ്ത്ത് 750 mm-നേക്കാളും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ ആ ടി ബീം ആണെങ്കിൽ അതിൻ്റെ വെബിൻ്റെ ഡെപ്ത്ത് 750 mm-നേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കും. അത് 2 ഫേസിലും കൊടുക്കണം, അത് ഈക്വലായിട്ട് പ്രൊവൈഡ് ചെയ്യണം. ആ പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് 0.1% ഓഫ് ആ ബീമിൻ്റെ ഏരിയ അല്ലെങ്കിൽ വെബിൻ്റെ ഏരിയ ആണ്. ഓക്കെ. അപ്പോൾ പിന്നെ ആ ബാറുകൾ തമ്മിലുള്ള സ്പേസിങ് നമ്മൾ കൊടുക്കുന്ന സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തതിന് ശേഷം അത് തമ്മിലുള്ള സ്പേസിങ് ആ ഒരു ഫേസിലുള്ള ബാറുകൾ തമ്മിലുള്ള സ്പേസിങ് 300 mm അല്ലെങ്കിൽ വെബ് തിക്നെസ് ഏതാണോ ഇതിൽ ചെറുത് അതിനേക്കാളും സ്പേസിങ് കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ. ക്ലോസ് 26.5.1.4 ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ ബീംസ് ഫോർ ഷിയർ ആൻഡ് ടോർഷൻ. അപ്പം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കേസാണ്. ഓക്കെ. ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ റൂൾസ് എന്തൊക്കെയാണെന്നുള്ളത് ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, അതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം കഴിഞ്ഞ മൊഡ്യൂൾ നമ്പർ 2 അത് ഫുള്ളായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തു അല്ലേ. അപ്പോൾ അതിൽ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. മിനിമം സ്റ്റിറപ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എത്രയാണ്, ഡിസൈൻ ചെയ്തിട്ട് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, അതിൻ്റെ സ്പേസിങ് എത്രയായിരിക്കണം, മാക്സിമം സ്പേസിങ് എത്രയായിരിക്കണം എന്നുള്ള കേസുകളൊക്കെ നമ്മൾ പഠിച്ചു. അതിൽ യൂസ് ചെയ്യേണ്ട റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡയ, അങ്ങനെ എല്ലാ കേസും നമ്മൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. Okay. The transverse reinforcement in beams shall be taken around the outermost tension and compression bars. അപ്പോൾ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റിറപ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ ടെൻഷൻ ബാസിനെയും കംപ്രഷൻ ബാറിനെയും ചുറ്റിക്കൊണ്ടാണ്, അറൗണ്ടായിട്ട് അല്ലേ. ഇപ്പം ഹാങ്കർ ബാസ് ആണെങ്കിൽ അതിൻ്റെ അറൗണ്ടായിട്ട് അങ്ങനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. നമ്മൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻ ടി ബീംസ് ആൻഡ് ഐ ബീംസ് സച്ച് റീഇൻഫോഴ്സ്മെൻറ്റ് ഷാൽ പാസ് അറൗണ്ട് ലോഞ്ചിറ്റ്യൂഡിനൽ ബാസ് ലൊക്കേറ്റഡ് ക്ലോസ് ടു ഔട്ടർ ഫേസ് ഓഫ് ദ ഫ്ലാഞ്ച്. ഇപ്പം ടി ബീം അല്ലെങ്കിൽ ഐ ബീം ആണെങ്കിൽ അതിൻ്റെ ഫ്ലാഞ്ച് പോർഷൻ, അതായത് ഇപ്പം ടി ബീം ആണെങ്കിൽ അതിൻ്റെ ടോപ്പിൽ വരുന്ന ആ പോർഷൻ, ഇപ്പോൾ ഐ ബീം ആണെങ്കിൽ ടോപ്പിലും ബോട്ടത്തിലും ഫ്ലാഞ്ച് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഫ്ലാഞ്ചിൽ ബാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫേസിനോട് ചേർന്നിട്ട് അറൗണ്ട് ആയിട്ട് എടുക്കണം. ഓക്കെ. അപ്പം ഇൻ ടി ആൻഡ് ഐ ബീംസ് സച്ച് റീഇൻഫോഴ്സ്മെൻറ്റ് ഷാൽ പാസ് അറൗണ്ട് ലോഞ്ചിറ്റ്യൂഡിനൽ ബാസ്
ലൊക്കേറ്റഡ് ക്ലോസ് ടു ദ ഔട്ടർ ഫേസ് ഓഫ് ദ ഫ്ലാഞ്ച്. ആ ഫ്ലാഞ്ചിനോട് ചേർന്നിട്ട് ആ ഫ്ലാഞ്ചിൻ്റെ ഔട്ടർ ഫേസിന് കറസ്പോണ്ടിങ് ആയിട്ട് അറൗണ്ട് ആയിട്ട് നമ്മൾ സ്റ്റിറപ്സ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ. നോട്ട് റെഫർ മൊഡ്യൂൾ 2 നോട്ട്സ് ഫോർ ദ ഡിസൈൻ ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്. കൂടുതലായിട്ട് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ മൊഡ്യൂൾ 2 പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിലേക്ക് അങ്ങനെ പോകുന്നില്ല. ഓക്കെ. അപ്പോൾ അതിൽ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വേണം. അതായത് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് സ്റ്റിറപ്പ് ഡിസൈൻ വരുന്നുണ്ട്. ഓക്കെ. ഷിയറിൻ്റെ ചെക്ക് ചെയ്തിട്ട് അത് ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ചെയ്യും പ്രോബ്ലത്തിൽ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ടാവണം. സ്പേസിങ് കൊടുക്കുന്ന കാര്യങ്ങൾ, അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ട ബാറിൻ്റെ ഡയ, ഓക്കെ, അതേപോലെ തന്നെ അവിടെ മിനിമം പ്രൊവൈഡ് ചെയ്യേണ്ട ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, ഇപ്പോൾ ഡിസൈൻ ചെയ്തിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടായിരിക്കണം. ഓക്കെ.